ഹലോ എവരിവൺ, മല്ലു ആപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് നമ്മുടെ ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ പ്ലെയർ ഡീറ്റെയിൽ സ്ക്രീനിൻ്റെ പ്ലെയറിൻ്റെ കവർ ഇമേജ്, പ്ലെയർ നെയിം, അതുപോലെ തന്നെ റോൾ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്തരം പോർഷൻസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് പഠിച്ചത്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലെയറിൻ്റെ ഈ ഹൊറിസോണ്ടൽ ഗാലറി, എബൌട്ട് സെക്ഷൻ, പിന്നെ അതുപോലെ തന്നെ വിക്കിപീഡിയ ലിങ്ക്. നമുക്കിപ്പോൾ ഈ വിക്കിപീഡിയ ലിങ്കിൽ ടാപ്പ് ചെയ്യുമ്പോൾ അത് നമുക്ക് കറസ്പോണ്ടിങ് ആ വിക്കിപീഡിയ പേജിൽ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് കോഡിങ്ങിലേക്ക് കടക്കാം. പ്ലെയറിൻ്റെ ഗാലറി ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്കിവിടെ കാണാം, ആ ഗാലറിക്ക് ഒരു ടൈറ്റിൽ ഉണ്ട്. ആ ടൈറ്റിലിന് ഒരു ഐക്കൺ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിമിലർ കോമ്പോണൻറ്റ് താഴെയും വരുന്നുണ്ട്, എബൌട്ട് സെക്ഷൻ. ഇപ്പോൾ ഇവിടെയും ഒരു ഐക്കൺ ഉണ്ട്, ഒരു ടൈറ്റിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വിക്കിപീഡിയ ലിങ്കിൻ്റെ അവിടെയും സെയിം ഒരു ഫോർമാറ്റാണ് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോമ്പോണൻറ്റിനെ നമുക്ക് ഓരോ സെക്ഷനിൽ സെപ്പറേറ്റ് ഡിസൈൻ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതിനൊരു റീയൂസബിൾ കോമ്പോണൻ്റായിട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിനായി ഞാൻ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഹെഡർ വ്യൂ എന്നാണ് ഈ വ്യൂവിൻ്റെ പേര്. ഞാൻ ഇനി ഇതിൻ്റെ ഈ പ്രിവ്യൂ ലേഔട്ട് ചേഞ്ച് ചെയ്യുകയാണ്. പ്രിവ്യൂ ലേഔട്ട്, സൈസ് ദാറ്റ് ഫിറ്റ്സ്, അതുപോലെ തന്നെ ഒരു പാഡിങ് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് നമ്മളുടെ ഹെഡർ വ്യൂവിൽ ഒരു ഐക്കൺ വേണം, അതുപോലെ തന്നെ ഒരു ടൈറ്റിൽ വേണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ രണ്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. വാർ ഐക്കൺ നെയിം, അതിനകത്ത് ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഗ്ലോബ് എന്നൊരു ഐക്കൺ നെയിം കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു ടൈറ്റിൽ സം ടൈറ്റിൽ ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് ഒരു ഹൊറിസോണ്ടൽ സ്റ്റാക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു എച്ച് സ്റ്റാക്ക് ആഡ് ചെയ്യുകയാണ്. എച്ച് സ്റ്റാക്ക്, എൻഡ് ഓഫ് എച്ച് സ്റ്റാക്ക്. ഒരു പാഡിങ് കൊടുക്കുന്നുണ്ട്, പാഡിങ് വെർട്ടിക്കൽ. ഇനി നമുക്ക് ഐക്കൺ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായി ഒരു ഇമേജ് സെറ്റ് ചെയ്യുന്നു, ഇമേജ്. അപ്പോൾ ആ ഇമേജിൻ്റെ നെയിം നമ്മൾ ഐക്കൺ നെയിമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐക്കൺ നെയിം കേട്ടോ. ഇപ്പോൾ ഇമേജിൻ്റെ നെയിം വന്നു. ഇനി നമ്മൾ ആ ഇമേജ് ഒന്ന് ചെറുതായിട്ടൊന്ന് റീസൈസ് ചെയ്യുകയാണ്. ഇമേജ് സ്കെയിൽ ലാർജ് കൊടുത്തു. അതുപോലെ തന്നെ ഇമേജിന് ഒരു ഫോർഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ആപ്പിൻ്റെ ആക്സൻ കളറാണ് ഞാൻ ഫോർഗ്രൗണ്ട് കളറായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഫോർഗ്രൗണ്ട് കളർ സെറ്റായി. ഇനി നമുക്ക് ടൈറ്റിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായി ടെക്സ്റ്റ്, ടൈറ്റിൽ ആഡ് ചെയ്തു കണ്ടോ. ഇനി നമുക്ക് ഈ ടൈറ്റിലിനുള്ള ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്യാം. ഫോണ്ട് വെയിറ്റ് സെറ്റ് ചെയ്യുന്നു, അത് ബോൾഡ് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഫോണ്ട് സെറ്റ് ചെയ്യുന്നു. ഫോണ്ട് ടൈറ്റിൽ 3 കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ആപ്പിലേക്കുള്ള ഈ ഹെഡർ സെക്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഹെഡർ സെക്ഷനെ നമുക്ക് റീയൂസ് ചെയ്യാം. ഇനി ഞാൻ ഈ നെയിമെല്ലാം കളയുകയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടി ആഡ് ചെയ്തതാണ്. അതെല്ലാം മാറ്റി ഞാൻ എംപ്റ്റി സ്ട്രിങ് ആയിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ റെസ്യൂം ചെയ്താൽ ഇതിൽ എംപ്റ്റി ആയിട്ട് നിൽക്കും, അതായത് ഡാറ്റ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഹെഡർ വ്യൂ നമ്മളുടെ പ്ലെയർ ഡീറ്റെയിൽ വ്യൂവിൽ കൊണ്ടുപോയി ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ പ്ലെയർ ഡീറ്റെയിൽ വ്യൂവിൻ്റെ കോഡിംഗ് സെക്ഷനിലേക്ക് വന്നു. ഇനി നമുക്കിവിടെ നമ്മുടെ ഗാലറി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായി ഞാനൊരു ഗ്രൂപ്പ് ആഡ് ചെയ്യുകയാണ്. ഗ്രൂപ്പ്, എൻഡ് ഓഫ് ഗ്രൂപ്പ്,
ദെൻ ഒരു പാഡിങ് സെറ്റ് ചെയ്യുകയാണ്. പാഡിങ് ഹൊറിസോണ്ടൽ. നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത ഹെഡർ വ്യൂ ആഡ് ചെയ്യാം. അപ്പോൾ ഹെഡർ വ്യൂവിലേക്ക് നമുക്ക് പാരാമീറ്റേഴ്സായിട്ട് നമ്മളുടെ ഐക്കൺ നെയിം അതുപോലെ തന്നെ ടൈറ്റിൽ നെയിം പാസ് ചെയ്യാം. അപ്പോൾ ഐക്കൺ നെയിം എന്ന് പറയുന്നത് ഫോട്ടോ ഡോട്ട് ഓൺ ഡോട്ട് റെക്റ്റാങ്കിൾ. ഇതാണ് നമ്മുടെ ഐക്കൺ നെയിം. അതുപോലെ തന്നെ നമ്മുടെ ടൈറ്റിൽ ഗാലറി എന്നാണ്. ഗാലറി കണ്ടോ? ഇപ്പോൾ നമ്മളുടെ ഹെഡർ വ്യൂ സെറ്റായി. ഇനി നമുക്ക് ഗാലറി ആഡ് ചെയ്യാം. അപ്പോൾ ഗാലറി ആഡ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം നമുക്കിവിടെ ഗാലറി ഒരു ഹൊറിസോണ്ടൽ സ്ക്രോളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഹൊറിസോണ്ടൽ സ്ക്രോൾ വേണം. അപ്പോൾ ഞാനൊരു സ്ക്രോൾ വ്യൂ ആഡ് ചെയ്യുകയാണ്. സ്ക്രോൾ വ്യൂ ഹൊറിസോണ്ടൽ കൊടുത്തു. ഷോസ് ഇൻഡിക്കേറ്റർ ഫോൾസ് കൊടുത്തു. പിന്നെ ഞാൻ ഇത് റിമൂവ് ചെയ്തു. കണ്ടൻസ് ഞാൻ താഴെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കമൻറ്റ് ആഡ് ചെയ്യുന്നു. എൻഡ് ഓഫ് സ്ക്രോൾ വ്യൂ. ഇനി നമുക്ക് ഇമേജസ് ഹൊറിസോണ്ടലി സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായി ഞാനൊരു എഡ്ജ് സ്റ്റാക്ക് ആഡ് ചെയ്യുകയാണ്. എഡ്ജ് സ്റ്റാക്ക്, ദെൻ എൻഡ് ഓഫ് എഡ്ജ് സ്റ്റാക്ക്. അതിനുശേഷം ഞാൻ ഒരു ഇമേജ് സെറ്റ് ചെയ്യുന്നു. ഇമേജ് പ്ലെയർ ഡോട്ട് ഗാലറി ഡോട്ട് ഫസ്റ്റ്, അതായത് ഗാലറിയിലെ ഫസ്റ്റ് ഇമേജ് ഇവിടെ ആഡ് ചെയ്തു. ഞാനിവിടെ താൽക്കാലികമായി ഫോഴ്സ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. ദെൻ ഞാനിതിന് ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യുന്നു. റീസൈസബിൾ, സ്കെയിൽ ടു ഫിറ്റ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ഹൈറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായി ഞാൻ ഫ്രെയിം ആഡ് ചെയ്തു. ദെൻ ഹൈറ്റ് ഒരു 200 ഹൈറ്റ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു കോർണർ റേഡിയസ് കൂടി ആഡ് ചെയ്യുകയാണ്. കോർണർ റേഡിയസ് 8 കൊടുത്തു. അല്ലെങ്കിൽ വേണ്ട 10 കിടക്കട്ടെ, 10 കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഇമേജ് സെറ്റായി. അപ്പോൾ അതിന് കോർണർ റേഡിയസും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ഫോർ ലൂപ്പിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായി കമാൻഡ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. റിപ്പീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഇതിനൊരു ലൂപ്പിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് എഫക്റ്റ് കാണാം. കണ്ടോ? ഇപ്പോൾ നമുക്കിവിടെ ഒരു സിംഗിൾ ഇമേജാണ് ഇവിടെ ഈ ലൂപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് സ്ക്രോൾ ചെയ്താലും സെയിം ഇമേജ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് മാറ്റിയിട്ട് നമ്മുടെ ഗാലറി സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ പ്ലെയർ ഡോട്ട് ഗാലറി കൊടുക്കുന്നു. പ്ലെയർ ഡോട്ട് ഗാലറി. എന്നിട്ട് ഈ ഐറ്റം എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ഇമേജ് നെയിം എന്നാക്കി. ഇമേജ് നെയിം. അതിനുശേഷം ഞാനിവിടെ ഈ ഇമേജിൻ്റെ അകത്ത് ഈ ഇമേജ് നെയിം സെറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഒരു എറർ വരും. അപ്പോൾ ആ എററിൽ പറയുന്നത് ഇതിന് ഒരു ഐഡൻറ്റിഫയബിൾ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു ID വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഒരു ID ആഡ് ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് ID എന്ന് ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സെൽഫ് ആഡ് ചെയ്യുക. ഇപ്പോൾ ആ എറർ പോയി. ഇനി നമുക്ക് നമ്മുടെ പ്രിവ്യൂവിൽ കാണാം നമ്മുടെ പ്ലെയറിൻ്റെ എല്ലാ ഇമേജസും കറക്റ്റായിട്ട് സെറ്റായി. ഇപ്പോൾ നമ്മുടെ ഗാലറി സെക്ഷൻ്റെ വർക്ക് കഴിഞ്ഞു. നമുക്ക് ഇനി ഇതൊന്ന് നമ്മുടെ സിമുലേറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ? ഇപ്പോൾ നമ്മുടെ ഗാലറി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എബൌട്ട് സെക്ഷൻ ആഡ് ചെയ്യാം. അപ്പോൾ അതിനായി നമ്മുടെ എബൌട്ട് സെക്ഷനിലേക്ക് വന്നു. വീണ്ടും ഇവിടെ ഞാൻ ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യുകയാണ്. ഗ്രൂപ്പ് ആഡ് ചെയ്തു. ദെൻ നമ്മളുടെ ഈ ഹെഡർ വ്യൂ ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഹെഡർ. അതിനുശേഷം ഈ ഐക്കൺ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം എബൌട്ട്
എന്ന് കൊടുത്തു. ഇത് നമുക്കിവിടെ റെസ്യൂം ചെയ്താൽ കാണാം. ഇവിടെ എബൌട്ട് എന്ന് വന്നു. നമുക്ക് ഇനിയിപ്പോൾ എബൌട്ട് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് നമ്മുടെ പ്ലെയറിൻ്റെ നെയിം കാണിക്കണം. അതിനായി ഞാൻ ഇവിടെ പ്ലെയർ നെയിം കൂടി കൊടുക്കുന്നു. പ്ലെയർ ഡോട്ട് നെയിം. ഇപ്പോൾ കണ്ടോ, എബൌട്ട് ഋഷഭ് പന്ത് എന്ന് വന്നു. ഇനി നമുക്ക് ശേഷം ഇതിന് താഴെ നമുക്ക് നമ്മളുടെ പ്ലെയറിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. അപ്പോൾ അതിനായി നമുക്കൊരു ടെക്സ്റ്റ് വ്യൂ ആഡ് ചെയ്യാം. ടെക്സ്റ്റ് പ്ലെയർ ഡോട്ട് ഡിസ്ക്രിപ്ഷൻ. ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ്റെ ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യമായി മൾട്ടി ലൈൻ ടെക്സ്റ്റ് എലിമെൻ്റ് ആഡ് ചെയ്യുന്നു. അത് ലീഡിങ് കൊടുത്തു. ഫോണ്ട് സെറ്റ് ചെയ്യുന്നു. ഫോണ്ട് നമ്മളിവിടെ ബോഡി എന്ന ഫോണ്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ചെറിയൊരു ഫോണ്ടിൽ സെറ്റായി. ഇനി നമുക്ക് ഒരു പുതിയൊരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്യും. അതിൻ്റെ പേരാണ് ലേഔട്ട് പ്രയോറിറ്റി. ലേഔട്ട് പ്രയോറിറ്റി എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് എല്ലാ എലമെൻസിനും 0 ആയിരിക്കും. അതായത് നമുക്ക് കാണാം, ഇപ്പോൾ ഇവിടെ ഒരുപാട് കോമ്പോണൻറ്റ്സ് നമ്മൾ വേർട്ടിക്കൽ സ്റ്റാക്കിൽ അലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കോമ്പോണൻറ്റ് വരുമ്പോൾ ചില കോമ്പോണൻറ്റ് ഷ്രിങ്ക് ആയിപ്പോവും, അതായത് മറ്റൊരു കോമ്പോണൻറ്റ് വന്നിട്ട് ഓവർലാപ്പ് ആയിപ്പോവും. അപ്പോൾ ഈ ടെക്സ്റ്റ് ഒരുപാടുള്ളതുകൊണ്ട് നമുക്കിത് ഓവർലാപ്പ് ആവാതെ നിൽക്കാൻ വേണ്ടിയാണ് നമുക്കിവിടെ ലേഔട്ട് പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡീഫോൾട്ട് വാല്യൂ 0 മാറ്റിയിട്ട് 1 കൊടുക്കുന്നു. അപ്പോൾ നമ്മളുടെ GPU ഇതിനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇതിനെ ഹൈ പ്രയോറിറ്റിയിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷനെ പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ലേഔട്ട് പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് വിക്കിപീഡിയ ലിങ്കും അതിലേക്കുള്ള റീഡയറക്ഷനുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമ്മൾ അഗൈൻ ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നു. ഗ്രൂപ്പ് ദെൻ നമ്മൾ നമ്മളുടെ ഹെഡർ വ്യൂ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിന് ഐക്കൺ സെറ്റ് ചെയ്യുന്നു. ലിങ്ക് എന്നാണ് ഐക്കൺ നെയിം. അതിനുശേഷം ഇവിടെ ടൈറ്റിൽ സെറ്റ് ചെയ്യുന്നു. മോർ ഇൻഫോ. കണ്ടോ, ഇപ്പോൾ അത് സെറ്റായി. ഇനി നമ്മൾക്ക് ഒരു ഗ്രൂപ്പ് ബോക്സ് ആഡ് ചെയ്യണം. നമ്മൾ ഗ്രൂപ്പ് ബോക്സ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ബോക്സ് ഇവിടെ ആഡ് ചെയ്യാം. ഗ്രൂപ്പ് ബോക്സിൽ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ സ്റ്റാക്ക് ആഡ് ചെയ്യുന്നു. എഡ് സ്റ്റാക്ക്. ദെൻ നമ്മൾ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നു. ഗ്രൂപ്പ് ഇനി നമുക്ക് ഐക്കൺ ആഡ് ചെയ്യാം. ഇമേജ്, സിസ്റ്റം നെയിം, ഗ്ലോബ്. ഇപ്പോൾ നമുക്ക് താഴെ ഒന്ന് കാണാം, നമ്മളുടെ ഐക്കൺ സെറ്റായി. ഇനി അതിന് താഴെ നമുക്ക് ടെക്സ്റ്റ് സെറ്റ് ചെയ്യണം. ടെക്സ്റ്റ് റീഡ് മോർ എന്ന് കൊടുത്തു. അതുപോലെ അതിൻ്റെ ഫോണ്ട് സെറ്റ് ചെയ്യുന്നു. ഫോണ്ട്, ഫുട് നോട്ട്, ഫോണ്ട് വെയ്റ്റ്, സെമി ബോൾഡ് കൊടുത്തു. അപ്പോൾ നമ്മുടെ പ്രിവ്യൂവിൽ അത് അപ്ഡേറ്റ് ആയി വന്നു. ഇനി നമ്മൾക്ക് ലിങ്കിൻ്റെ ഇമേജ് ആഡ് ചെയ്യണം. അതായത് ലിങ്ക് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഇമേജ് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ നെയിം arrow dot app dot right dot square. ഇതാണ് നമ്മുടെ ലിങ്കിൻ്റെ ഇമേജിൻ്റെ നെയിം. കണ്ടോ, ഇപ്പോൾ അത് ലിങ്കിൻ്റെ ഇമേജ് വന്നു. ഇനി നമുക്കതിന് കളർ സെറ്റ് ചെയ്യാം. ഫോർഗ്രൗണ്ട് കളർ, ആക്സൻ കളർ കൊടുത്തു. ഇനി അതിന് ശേഷം നമുക്ക് ലിങ്ക് ആഡ് ചെയ്യാം. ലിങ്ക് ടൈറ്റിൽ കൊടുത്തു, വിക്കിപീഡിയ. ദെൻ നമുക്കിവിടെ ഒരു ഡെസ്റ്റിനേഷൻ URL കൊടുക്കുന്നു.
അപ്പോൾ നമ്മൾ വിക്കിപീഡിയ ലിങ്ക് ഇവിടെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ url.init ഫ്രം സ്ട്രിങ് കൊടുത്തു. അതിനുശേഷം നമ്മളുടെ player.wiki ലിങ്ക് എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് ഫോഴ്സ് അൺറാപ്പ് ചെയ്യുകയാണ്. ശേഷം അതിന് ഫോണ്ട് സെറ്റ് ചെയ്യുന്നു. ഫോണ്ട് ഫുട് നോട്ട് തന്നെ എടുത്തു. എൻ്റെ ഫോർഗ്രൗണ്ട് കളർ ആക്സെൻറ്റ് കളർ കൊടുത്തു. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ സെറ്റായി. ഇനി നമുക്ക് പ്രിവ്യൂ നോക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ റീഡ് മോർ എന്ന് പറഞ്ഞ ടൈറ്റിൽ വന്നു, വിക്കിപീഡിയ എന്ന് പറഞ്ഞ ടെക്സ്റ്റും അത് ലിങ്കും ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു സ്പേസ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഈ ടെക്സ്റ്റിന് ശേഷം, ആ ടൈറ്റിലിന് ശേഷം ഒരു സ്പേസ് ആഡ് ചെയ്യുന്നു. സ്പേസ് കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് സെറ്റായി. ഇനി നമുക്കിവിടെ ഒരു പാഡിങ് മിസ്സായിട്ടുണ്ട്. നമുക്ക് ആ പാഡിങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ താഴെ പാഡിങ് ഹൊറിസോണ്ടൽ. അപ്പോൾ പാഡിങ് ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ പാഡിങ് വന്നു. ഇതെല്ലാം കറക്റ്റായിട്ട് അലൈനായി നിന്നു. ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ സിമുലേറ്ററിൽ റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മളിപ്പോൾ നമ്മളുടെ ഈ UI ആയിട്ട് സിമിലർ ആയിട്ടുള്ളൊരു UI തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ ഒരു സ്ക്രീനിൻ്റെ ടൈറ്റിൽ മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ ടോപ്പിലൊരു എക്സ്ട്രാ സ്പേസും വന്നിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ അതിനായി നമ്മൾ വീണ്ടും നമ്മുടെ കോഡിങ്ങിലേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷം നമ്മളുടെ ഈ സ്ക്രോൾ വ്യൂ എൻഡ് ചെയ്യുന്നതിന് മുന്നേ, അതായത് നമ്മുടെ ഈ വി സ്റ്റാക്ക് കഴിഞ്ഞിട്ട് ഒരു നാവിഗേഷൻ ബാർ ടൈറ്റിൽ ആഡ് ചെയ്യുന്നു. നാവിഗേഷൻ ബാർ ടൈറ്റിൽ കൊടുത്തു. പ്ലെയർ ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു. അതിനുശേഷം അതിനൊരു ഡിസ്പ്ലേ മോഡ് ഉണ്ട്. ഡിസ്പ്ലേ മോഡ് അത് ഇൻലൈൻ കൊടുത്തു. എഗെയിൻ നമ്മൾ വീണ്ടും സിമുലേറ്ററിൽ റൺ ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് പ്ലെയർ ഡീറ്റെയിൽസ് എന്നുള്ള ടൈറ്റിൽ സെറ്റായി. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന എക്സ്ട്രാ സ്പേസ് പോയി കിട്ടി. ഇപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ തന്നെ UI വന്നു. ഇനി നമുക്ക് വിക്കിപീഡിയ ലിങ്കിൽ ടാപ്പ് ചെയ്ത് നോക്കാം. വിക്കിപീഡിയ ലിങ്ക് ടാപ്പ് ചെയ്യുമ്പോൾ അതും ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സോ കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും നന്ദി, നമസ്കാരം.